രാജിയിൽ രാജിയാകുമോ? രാജ്യത്തെ വിദ്യാഭ്യാസ പ്രതിസന്ധിക്ക് ആര് മറുപടി പറയും? വിദ്യാർത്ഥികളുടെ സമരാഗ്നിയുടെ ചൂടും ചൂരുമറിഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി വിദ്യാർത്ഥികൾ നടത്തിയ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. തീർച്ചയായും മോദി സർക്കാരിനും അതിനെ നയിക്കുന്ന BJPക്ക് രാഷ്ട്രീയമായി ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലഭിച്ചിട്ടില്ലെന്ന് പറയാം. എന്നാൽ ഈ രാജി കൊണ്ട് എല്ലാം രാജിയാകുമോ? നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ പ്രതിസന്ധിക്ക് ആര് മറുപടി പറയും? വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്താണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത്. പുതുതലമുറയുടെ ഭാവി നിശ്ചയിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷ വിശ്വസനീയമായി നടത്താൻ കേന്ദ്ര ഭരണകൂടത്തിന് കഴിഞ്ഞില്ലെന്നതിന്റെ ദൃഷ്ടാന്തമാണ് ദില്ലിയിലെ ജന്തർ മന്ദറിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി നമ്മൾ കണ്ടത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, തുടർച്ചയായുള്ള ചോദ്യപേപ്പർ ചോർച്ചകൾ, പ്രവേശന പരീക്ഷ നടത്തുന്ന ദേശീയ ഏജൻസിയായ NTA വിശ്വാസ്യത തകർന്നത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾക്കു മേലാണ് കരിനിഴൽ വീഴ്ത്തിയത്. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം എങ്ങോട്ടാണ് പോകുന്നത്? വരും തലമുറയുടെ പ്രതീക്ഷകളെയാണ് ഈ സ്റ്റേറ്റ് സ്പോൺസർഡ് തട്ടിപ്പ് സംഘം തച്ചുടച്ചത്. പരീക്ഷകൾ സുതാര്യമായി നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP സർക്കാർ 2017 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA രൂപീകരിക്കുന്നത്. CBSEയിൽ നിന്നും മറ്റു പരീക്ഷാ ചുമതലകൾ ഒഴിവാക്കി ഒരു കേന്ദ്രീകൃത ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി നീറ്റ്, UGC, നെറ്റ്, JEE പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച നിത്യസംഭവമായി മാറി. കൂടാതെ ഗ്രേസ് മാർക്കുകളിലെ അപാകതകൾ, റാങ്ക് ലിസ്റ്റിലെ കൃത്രിമത്വങ്ങൾ എന്നിവയൊക്കെ കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിലാക്കി. ഇതോടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി. നാൾക്കുനാൾ ദില്ലിയിലെ ജന്തർ മന്ദറിൽ സമരം ജ്വലിച്ചുയർന്നു. സമരത്തെ അടിച്ചമർത്താനും ചർച്ച എന്ന ആവശ്യത്തെ തിരസ്കരിക്കാനും തുനിഞ്ഞ കേന്ദ്ര സർക്കാരിന് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. വിദ്യാർത്ഥികളുടെ സമരത്തിന് അനുകൂലമായ BJPയെ പിന്തുണച്ചിരുന്ന വോട്ടർമാർ പോലും മാറി ചിന്തിച്ചതോടെ കേന്ദ്ര സർക്കാരിന് നിൽക്കക്കള്ളിയില്ലാതെയായി. അതിനിടെ സുപ്രീം കോടതി NTA പ്രവർത്തന രീതിയെക്കുറിച്ച് കടുത്ത ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പരീക്ഷാ സമ്പ്രദായത്തിന്റെ പവിത്രത തകർന്നാൽ അത് രാജ്യത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുമെന്നായിരുന്നു കോടതി മുന്നറിയിപ്പ് നൽകിയത്. ഇപ്പോഴത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം വെറുമൊരു ചോദ്യപേപ്പർ ചോർച്ച മാത്രമായി ചുരുക്കി കാണരുത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും പരീക്ഷകൾ ഒറ്റ ഏജൻസിക്ക് കീഴിലാകുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് സംഭവിക്കുന്ന ചെറിയ വീഴ്ച രാജ്യത്തെ മൊത്തമായി ബാധിക്കുന്നു. ലക്ഷങ്ങൾ ഈടാക്കുന്ന കോച്ചിംഗ് സെന്ററുകളും പേപ്പർ ചോർത്തുന്ന മാഫിയകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധവും അതിന് കുടപിടിക്കുന്ന അധികൃതരുമാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കിയത്. പരീക്ഷകൾ നടത്തുന്ന ഏജൻസികളെ മാറ്റി സ്ഥാപിക്കുകയോ സാങ്കേതിക വിദ്യ വിപുലീകരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് അവസാനമാകില്ല. പരീക്ഷ നടത്തിപ്പിലെ സുതാര്യതയും സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ അധികാര വികേന്ദ്രീകരണവും കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമാണ് വേണ്ടത്. ഒരു രാജ്യത്തിന്റെ കരുത്ത് ചെറുപ്പക്കാരുടെ ഭാവിയിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ രാജ്യത്തെ തകർന്നടിഞ്ഞ പരീക്ഷാ സമ്പ്രദായത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊണ്ട് മാത്രം സാധിക്കില്ലെന്നത് ഉറപ്പാണ്.